നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSc +2 ആൻഡ് ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സിലബസ് ബേസ്ഡ് ക്ലാസ് ആണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്. കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസിൽ PSc റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് കമ്പ്യൂട്ടർ വൈറസ്. അപ്പോൾ കമ്പ്യൂട്ടർ വൈറസ്, വേംസ്, മാൽവെയർ തുടങ്ങിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് റിവിഷനാണ് വേണ്ടത്. പരീക്ഷ ഇങ്ങ് അടുത്തു. അപ്പോൾ നന്നായിട്ട് റിവൈസ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്പ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആപ്പിൻ്റെ പേരാണ് PSc ചലഞ്ചർ. PSc ചലഞ്ചർ എന്ന ആപ്പിൽ ഗെയിം കളിച്ചുകൊണ്ടാണ് നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് 12th ലെവൽ എക്സാമിൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ട് ഓരോ ടോപ്പിക്കും ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഗെയിമിൻ്റെ രൂപേണ നമുക്ക് ഓരോന്ന് ചെയ്യാൻ പറ്റും, ഓരോ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. കൂടാതെ ഇവിടെ ചലഞ്ചസ് ഉണ്ട്. അതായത് ഒരാളോടുകൂടി കോമ്പീറ്റ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. നമ്മുടെ റാങ്ക് ലൈവായിട്ട് തന്നെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. എല്ലാവരും കയറി നോക്കുക. റിവിഷന് പറ്റിയ ഒരു ബെസ്റ്റ് ആപ്പാണ്, ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പാണ്. കയറി നോക്കുക. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. കമ്പ്യൂട്ടർ വൈറസ്. അപ്പോൾ എന്താണ് കമ്പ്യൂട്ടർ വൈറസ്? കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാം തന്നെയാണ്. കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങളെ തകരാറിലാക്കുന്ന തരത്തിലുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളെയാണ് കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ വൈറസ് അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനം തന്നെ സ്ലോ ആകും. ഓരോ ഫയൽസ് ഓപ്പൺ ആകാനും ഓരോ സോഫ്റ്റ്വെയർസ് ഓപ്പൺ ചെയ്യാനും ഒക്കെ ഭയങ്കര സ്ലോ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ സിസ്റ്റം സ്ലോ ആകുമ്പോഴാണ് നമ്മുടെ കമ്പ്യൂട്ടറിനെ വൈറസ് അറ്റാക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ദാറ്റ് ക്യാൻ ഡാമേജ് ദ ഓപ്പറേഷൻസ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ പ്രവർത്തനങ്ങൾ താറുമാറാക്കാൻ കഴിവുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളാണ് കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ വൈറസിന്റെ ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കുക. താഴെ തന്നിരിക്കുന്നതിൽ കമ്പ്യൂട്ടർ വൈറസ് അല്ലാത്തത് ഏത് എന്ന് ചോദിക്കാം. അപ്പോൾ ഏതൊക്കെയാണ്? ടെക്സാസ് വൈറസ്, ബ്ലാസ്റ്റർ, ഐ ലവ് യു, ഗപ്പി, മെലീസ, സ്ലാമർ. ഇതൊക്കെയാണ് കമ്പ്യൂട്ടർ വൈറസുകൾക്ക് ഉദാഹരണങ്ങൾ. ഒന്നുകൂടെ പറയാം. ടെക്സാസ് വൈറസ്, ബ്ലാസ്റ്റർ, ഐ ലവ് യു, ഗപ്പി, മെലീസ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ലാമർ. ഇതൊക്കെ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. കമ്പ്യൂട്ടർ വൈറസുകളാണെന്ന് അറിഞ്ഞിരിക്കുക. കമ്പ്യൂട്ടർ വൈറസ് എന്ന ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്തത് ഫ്രെഡ് കോഹൻ ആണ്. പ്രീവിയസ് ചോദ്യമാണ്. ഫ്രെഡ് കോഹൻ 1983 കമ്പ്യൂട്ടർ വൈറസ് എന്ന ടേം ഫ്രെഡ് കോഹൻ ആദ്യമായിട്ട് കോയിൻ ചെയ്യുന്നത്. കമ്പ്യൂട്ടർ വൈറസിന് 2 ഫുൾ ഫോം ഉണ്ട്. അപ്പോൾ നമ്മൾ ചില എക്സാമുകളിൽ ഒരു ഫുൾ ഫോം ആയിരിക്കും, മറ്റു ചില എക്സാമിൽ വേറൊരു ഫുൾ ഫോം ആയിരിക്കും. നമുക്ക് തന്നെ കൺഫ്യൂഷനാണ് ഏതാണ് വൈറസിൻ്റെ ഫുൾ ഫോം. സാധാരണഗതിയിൽ വൈറസിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് വൈറ്റൽ ഇൻഫോർമേഷൻ റിസോഴ്സ് അണ്ടർ സേജ് എന്നതാണ്. എഴുതിയെടുക്കുക. വൈറ്റൽ ഇൻഫോർമേഷൻ റിസോഴ്സ് അണ്ടർ സേജ് എന്നതാണ് വൈറസിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് നെറ്റ്വർക്കിങ്ങിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്കും വൈറസിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? വെർച്വൽ ഇൻഫോർമേഷൻ റിസോഴ്സ് അണ്ടർ സീസ്. വെർച്വൽ ഇൻഫോർമേഷൻ റിസോഴ്സ് അണ്ടർ സീസ് എന്നതാണ് വൈറസിൻ്റെ ഫുൾ ഫോം ഇൻ ദ കേസ് ഓഫ് നെറ്റ്വർക്കിംഗ് എന്ന് ഓർക്കുക. ഇനി ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത് ബ്രെയിൻ ആണ്. ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസ് ബ്രെയിൻ ആണ്. പക്ഷേ PSc നൽകിയ ഉത്തരം ക്രീപ്പർ എന്നാണ്. അതുകൊണ്ട് ക്രീപ്പർ പഠിച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ് ഏതാണ്? ക്രീപ്പർ. ഓക്കെ, ലോകത്തിലെ ആദ്യ വൈറസ് ആണ് ബ്രെയിൻ. ലോകത്തിലെ ആദ്യ വൈറസ് ബ്രെയിൻ ആണ്. കറക്റ്റ് ഉത്തരം ബ്രെയിൻ ആണ്. പക്ഷേ ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ് എന്ന് ചോദിച്ചിട്ട് PSc നൽകിയ ഉത്തരം ക്രീപ്പർ ആണ്. ലോകത്തിലെ ആദ്യ വൈറസ് ബ്രെയിൻ ആണ്. ബ്രെയിൻ അഫക്റ്റ് ചെയ്തത് MS ഡോസിനെയാണ്. MS ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയാണ് ബ്രെയിൻ അഫക്റ്റ് ചെയ്തത്. ഇനി ബ്രെയിൻ എന്ന കമ്പ്യൂട്ടർ വൈറസ് ഡെവലപ്പ് ചെയ്തത് ആരെല്ലാമാണ്? ബാസിത് ഫറൂഖ് ആൽവിയും അംജാദ് ഫറൂഖ് ആൽവിയും ചേർന്നിട്ടാണ് ബ്രെയിൻ എന്ന കമ്പ്യൂട്ടർ വൈറസിനെ ഡെവലപ്പ് ചെയ്തത്. ക്രീപ്പർ എന്ന വൈറസ് ഡെവലപ്പ് ചെയ്തത് ബോബ് തോമസ് ആണ്. അപ്പോൾ ക്രീപ്പർ എന്ന വൈറസ് ഡെവലപ്പ് ചെയ്തത് ആരാണ്? ബോബ് തോമസ് ആണ്. ക്രീപ്പറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പേഴ്സണൽ കമ്പ്യൂട്ടറിനെ അഫക്റ്റ് ചെയ്ത ആദ്യത്തെ വൈറസ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രീപ്പർ ആണ് ഉത്തരം. എന്താണ്? പേഴ്സണൽ കമ്പ്യൂട്ടറിനെ അഫക്റ്റ് ചെയ്ത ആദ്യത്തെ വൈറസ് ഏതാണ്? PCയെ അഫക്റ്റ് ചെയ്ത ആദ്യത്തെ വൈറസ് ക്രീപ്പർ ആണ്. ഇനി ആദ്യമായിട്ട് വൈറസ് ബാധ ഏറ്റ PC ഏതാണെന്ന് ചോദിച്ചാൽ ആപ്പിൾ ആണ്. അപ്പോൾ ചോദ്യം മനസ്സിലായല്ലോ. ആദ്യമായിട്ട് വൈറസ് ബാധ ഏറ്റ PC ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആപ്പിളും, ആദ്യമായിട്ട് PCയെ അഫക്റ്റ് ചെയ്ത വൈറസ് ഏതാണെന്ന് ചോദിച്ചാൽ ക്രീപ്പറും ആണ്. ഡിഫറൻസിയേഷൻ നോക്കി വെക്കുക. ഇനി ആദ്യത്തെ മൈക്രോ കമ്പ്യൂട്ടർ വൈറസ് ആണ് എൽക്ക്
ക്ലോണർ. ആദ്യത്തെ മൈക്രോ കമ്പ്യൂട്ടർ വൈറസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൽക്ക് ക്ലോണർ ആണ്. എൽക്ക് ക്ലോണർ. ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത ചോദ്യം നോക്കാം. ഫസ്റ്റ് മൊബൈൽ ഫോൺ വൈറസ്. ഫസ്റ്റ് മൊബൈൽ ഫോൺ വൈറസ് PSC ചോദിച്ചുള്ള ചോദ്യമാണ്. കാബിറാണ് ഫസ്റ്റ് മൊബൈൽ ഫോൺ വൈറസ്. ഇനി വൈറസ് പ്രോഗ്രാംസ് എഴുതുന്ന ആൾക്കാരെ എന്തെന്നാ വിളിക്കുക? വിക്സർ എന്നാണ് വിളിക്കുക. വിക്സർ എന്നാണ് വൈറസ് പ്രോഗ്രാംസ് എഴുതുന്ന ആൾക്കാരെ വിളിക്കുക വിക്സർ എന്നാണ്. ഇനി എന്താണ് ആൻറ്റിവൈറസ്? നമ്മുടെ എല്ലാ സിസ്റ്റത്തിലും ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസ് ഇട്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? വൈറസ് അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യാനും ഡിറ്റക്റ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും. അപ്പോൾ ആൻറ്റിവൈറസ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? പ്രിവെൻറ്റ്, ഡിറ്റക്റ്റ് ആൻഡ് ഡിലീറ്റ് ദ പ്രസൻസ് ഓഫ് വൈറസ് ഇൻ എ കമ്പ്യൂട്ടർ. അതിനു വേണ്ടിയിട്ടാണ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടിരിക്കുന്നത്. ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? അവാസ്റ്റ്, അവൈറ, AVG ആൻറ്റിവൈറസ്, കാസ്പർസ്കി, എംകഫെ എക്സെട്ര. അപ്പോൾ ഏതൊക്കെയാണ്? അവാസ്റ്റ് ഉണ്ട്, കാസ്പർസ്കി ഉണ്ട്, AVG ആൻറ്റിവൈറസ് ഉണ്ട്, എംകഫെ ഉണ്ട്, അവൈറയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസ് എന്നുള്ള കാര്യം ഓർക്കുക. ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസ് എന്തിനു യൂസ് ചെയ്യുന്നു? വൈറസിന്റെ അറ്റാക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ടോപ്പിക് നോക്കാം. വേം എന്ന് പറയുന്നത് വൈറസിന്റെ സ്വഭാവമല്ല, വൈറസിന്റെ സബ് ക്ലാസ് ആണ്. പക്ഷേ വൈറസിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ഹ്യൂമൻ ഇന്റർവെൻഷൻ ഇല്ലാതെ തന്നെ സ്വയമേ അത് റെപ്ലിക്കേറ്റ് ചെയ്യും, അതായത് ഡിവൈഡ് ചെയ്യും. റെപ്ലിക്കേറ്റ് ഇറ്റ് സെൽഫ്, സ്വയം റെപ്ലിക്കേറ്റ് ചെയ്യുക, കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ ഹാം ചെയ്യുക. അതാണ് വേംസ് ചെയ്യുന്നത്, ഹ്യൂമൻ ഇന്റർവെൻഷൻ ഇല്ലാതെ. ഓക്കെ, ഇനി എന്താണ് മാൽവെയർ? മാൽവെയർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് ദോഷകരമാക്കുന്ന എന്തിനേയും ജനറലി മാൽവെയർ എന്നാണ് പറയുന്നത്. അത് കമ്പ്യൂട്ടർ വൈറസ് ആകാം, വേംസ് ആകാം, ട്രോജൻ ഹോഴ്സ് ആകാം, സ്പൈവെയർ ആകാം. എന്തും ജനറൽ ടേം ദാറ്റ് ഹാം എ കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് നോൺ ആസ് മാൽവെയർ. അപ്പോൾ മോസ്റ്റ് ഡേഞ്ചറസ് കമ്പ്യൂട്ടർ മാൽവെയർ ആണ് ഫ്ലെയിം. ഇമ്പോർട്ടൻ്റ് ആണ്. മോസ്റ്റ് ഡേഞ്ചറസ് കമ്പ്യൂട്ടർ മാൽവെയർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഉത്തരം? ഫ്ലെയിം ആണ്. എക്സാമ്പിൾ അറിയാമല്ലോ, കമ്പ്യൂട്ടർ വൈറസ്, വേംസ്, ട്രോജൻ ഹോഴ്സ്, സ്പൈവെയർ. അപ്പോൾ എന്താണ് ട്രോജൻ ഹോഴ്സ്? ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത് വൈറസ് അല്ല. ഇതെന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള ഒരു സോഫ്റ്റ്വെയർ പോലെ തോന്നും, പക്ഷേ അലൗസ് ഹാക്കർ ടു ടേക്ക് കൺട്രോൾ ഓഫ് ദ സിസ്റ്റം. ഹാക്കേഴ്സിന് ഒരു സിസ്റ്റത്തിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്പൈ ആണ് ട്രോജൻ ഹോഴ്സ്. വൈറസ് അല്ല, പക്ഷെ ഇത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഹാക്കേഴ്സിന് ഒരു സിസ്റ്റത്തിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു ട്രോജൻ ഹോഴ്സ്. അതൊരു മാൽവെയർ ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ് ആണ് സ്പൈവെയർ. സ്പൈവെയർ ഒരു ടൈപ്പ് മാൽവെയർ ആണ്. ഇത് എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമെയിൽ വഴിയൊക്കെ ആയിരിക്കും ഇതൊരു സിസ്റ്റത്തിലേക്ക് കടന്നുകൂടുന്നത്. ഇത് ആ സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാൽ ആ സിസ്റ്റം ഫുള്ളായിട്ട് എന്ത് ചെയ്യും? സ്കാൻ ചെയ്യും. സിസ്റ്റത്തിലെ ഹാർഡ് ഡിസ്ക് ഫുള്ളായിട്ട് സ്കാൻ ചെയ്തിട്ട് അതിലുള്ള പേഴ്സണൽ ഇൻഫോർമേഷൻസ് എല്ലാം എടുക്കും. ഇത് കൺട്രോൾ ചെയ്യുന്ന ഒരു യൂസർ ഉണ്ടായിരിക്കും. ഈ യൂസറിന് ഈ കളക്ട് ചെയ്ത് വെച്ച ഇൻഫോർമേഷൻസ് എല്ലാം സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെയാണ് എന്ത് പറയുന്നത്? സ്പൈവെയർ. ചാരപ്രവൃത്തിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ സ്കാൻസ് കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് ഓട്ടോമാറ്റിക്കലി ഫോർ പേഴ്സണൽ ഇൻഫോർമേഷൻ. ഇമെയിൽ വഴിയൊക്കെ ആയിരിക്കും ഇതൊരു സിസ്റ്റത്തിലേക്ക് കടന്ന് കൂടുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് റാൻസം വെയർ എന്താണെന്ന് നോക്കാം. റാൻസം വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസേഴ്സിനെ ചില സൈറ്റുകൾ അല്ലെങ്കിൽ അവരുടെ സിസ്റ്റം തന്നെ യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കി കളയും. അപ്പോൾ അവർ സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും പേയ്മെൻ്റ് ഒക്കെ കൊടുത്താൽ മാത്രമേ സിസ്റ്റത്തിന് ആക്സസ് കൊടുക്കത്തുള്ളൂ. ഈ ടൈപ്പുള്ള ഒരു മാൽവെയർ ആണ് റാൻസം വെയർ. അപ്പോൾ റാൻസം വെയർ മേക്ക് ദ യൂസർ അണേബിൾ ടു ആക്സസ് ദ സിസ്റ്റം ഡിസ്പ്ലേയിങ് സം കൈൻഡ് ഓഫ് സ്ക്രീൻ ഡിമാൻഡിങ്. ആ സ്ക്രീൻ ഡിമാൻഡിങ് എന്ന് പറയുന്നത് ചിലപ്പം പൈസ, മണി ആയിരിക്കാം. അപ്പോൾ ഈ ടൈപ്പ് മാൽവെയർ ആണ് ഏത്? റാൻസം വെയർ എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി ആഡ്വെയർ. ആഡ്വെയർ എന്ന് പറയുന്നത് നമുക്ക് തന്നെ വരാറുണ്ട് ഈ ആഡ്വെയർ. അതായത് നമ്മൾ ഓരോ വെബ്സൈറ്റ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും ആ വെബ്സൈറ്റ് എടുക്കുന്ന കൂട്ടത്തിൽ കുറേ ആഡ്സ് ഒക്കെ പോപ്പപ്പ് ചെയ്ത് വരാറുണ്ട്. നമ്മൾ ക്ലോസ് ചെയ്യാറുണ്ടല്ലേ, നമുക്ക് ക്ലോസ് ചെയ്യുമ്പം ഗൂഗിൾ ചോദിക്കാറുണ്ട് ഈ എന്തുകൊണ്ട് ക്ലോസ് ചെയ്യുന്നു, ഈ ആഡ്
നമുക്ക് താല്പര്യമില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഗൂഗിൾ ചോദിക്കാറുണ്ട്. അപ്പം ഇതിനെയാണ് ആഡ്വെയർ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണ്, ആ സെർച്ച് ചെയ്യുന്ന ഇൻഫർമേഷൻ ഇത് സ്റ്റോർ ചെയ്യുകയും നമ്മുടെ അഭിരുചി അത് മനസ്സിലാക്കും. ഓക്കെ, ഡ്രസ്സസ് ആണ്, അപ്പം ഡ്രസ്സിനെ പറ്റിയുള്ള ആഡ് ആയിരിക്കും വരുന്നത്. അപ്പം നമ്മുടെ അഭിരുചി മനസ്സിലാക്കുകയും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആഡ് ആയിരിക്കും ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് വരുന്നത്. ഈ ടൈപ്പ് എന്താ അഡ്വർടൈസ്മെന്റ് ആണ് ആഡ്വെയർ എന്ന് പറയുന്നത്. ആഡ്വെയർ ഇത് ക്ലോസ് ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്. ഓക്കെ, ആഡ്വെയർ. ഇനി അടുത്തത് വനാക്രൈ. വനാക്രൈ എന്ന് പറയുന്ന ഒരു സൈബർ ആക്രമണമാണ്. 2017 150ഓളം രാജ്യങ്ങളെ ബാധിച്ച ഒരു സൈബർ ആക്രമണമാണ് വനാക്രൈ. വനാക്രൈ ആന്ധ്രാപ്രദേശിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയും ബാധിച്ചിട്ടുണ്ടായിരുന്നു. വനാക്രൈ ഓർത്തിരിക്കുക. ഇനി പിയേച്ച ഇംഗ്ലീഷ് എഴുതുമ്പം പെറ്റിയ എന്നാണ് എഴുതുന്നത്. PTYA, പെറ്റിയ റാൻസം വെയർ എന്ന് പറയുന്നത് ഈ വനാക്രൈ സൈബർ ആക്രമണത്തിന് പിന്നാലെ വന്നൊരു സൈബർ ആക്രമണമാണ് പിയേച്ച എന്ന് പറയുന്നത്. ഇതും എന്താണ്, ഒരു സൈബർ ആക്രമണമാണെന്നുള്ള കാര്യം ഓർക്കുക. ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റിനെ ഈ പിയേച്ച റാൻസം വെയർ ബാധിച്ചിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റിനെ പിയേച്ച റാൻസം വെയർ ബാധിച്ചിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഹാക്കേഴ്സ് 3 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്, ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ആൻഡ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. അതിൽ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത് എത്തിക്കൽ ഹാക്കേഴ്സ് ആണ്. നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ഹാക്കിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഈ സൈബർ ആക്രമണം തടയാൻ വേണ്ടി വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു കോഡാണ് കിൽ സ്വിച്ച്. ആര് യൂസ് ചെയ്യുന്ന കോഡാണെന്ന് ചോദിച്ചാൽ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് യൂസ് ചെയ്യുന്ന കോഡാണ് കിൽ സ്വിച്ച് എന്ന കോഡ് ഡെവലപ്പ് ചെയ്തത് മാർക്കസ് ഹച്ചിൻസ് ആണ്. അപ്പോൾ മാർക്കസ് ഹച്ചിൻസ് ആണ് കിൽ സ്വിച്ച് എന്ന കോഡ് ഡെവലപ്പ് ചെയ്തത് എന്നുള്ള കാര്യം ഓർക്കുക. ലോകത്തിൽ ആദ്യമായിട്ട് റാൻസം വെയർ ബാധിച്ചത് പനാമ എന്ന രാജ്യത്തെയാണ് ലോകത്ത് ആദ്യമായിട്ട് റാൻസം വെയർ ബാധിച്ചത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് വൈറസിനെ പറ്റി പഠിക്കാനുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പോയിന്റ്സ് കൂടുതൽ ആഡ് ചെയ്യാനുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്